പോലീസുകാരനെ SFI പ്രവർത്തകർ മർദ്ദിച്ച സംഭവത്തിൽ ചേരിതിരിഞ്ഞ് വാഗ്വാദമുണ്ടായി. പോലീസ് അസോസിയേഷന്റെ തിരുവനന്തപുരം റൂറൽ സമ്മേളനത്തിലാണ് ഈ തർക്കം. വിഷയത്തിൽ പ്രമേയം അവതരിപ്പിക്കാൻ അനുവദിക്കാത്തതിലും വലിയ പ്രതിഷേധമാണ് യോഗത്തിൽ സമ്മേളനത്തിലുണ്ടായത്. ഈ പ്രമേയത്തിൽ പറഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്ത് മാൾ ഓഫ് താവന്തൂരിൽ SFI ഗുണ്ടകളുടെ ക്രൂരമർദ്ദത്തിന് ഇരയായ മിഥുൻ റോയ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരെടുത്തു പ്രമേയം അവതരിപ്പിക്കാൻ പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്ന് പറയുകയും അതിനെ എതിർത്ത പോലീസ് ഉദ്യോഗസ്ഥർ നോക്കിക്കൊണ്ട് ഇന്നത്തെ KPIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ചോദിക്കുകയാണ്, നിങ്ങളുടെ നേതാവ് ആരാണ്? അതാണോ സംഘടനാ നേതാവ് ചോദിക്കേണ്ടത്? നിങ്ങളുടെ നേതാവ് ആരാണ്? നമുക്ക് ഒരേ ഒരു സംഘടനയുള്ളൂ, കേരള പോലീസ് അസോസിയേഷൻ. നമുക്ക് ഒരേ നേതാവേ ഉള്ളൂ. ശബരിമല ബസ് സൗജന്യമാക്കിയത് ശ്രീമാൻ ഉമ്മൻചാണ്ടി കേരളം ഭരിക്കപ്പെടും KPIയുടെ സംസ്ഥാന ജനറൽ സമയത്താണ്. ഇവിടെ ഈ പോലീസുകാരുടെ സമയം കഴിഞ്ഞു കൂടുതലെടുത്തു. എല്ലാ സമയം കഴിഞ്ഞു. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനന്തൻ, സാധാരണ നിലയിൽ പോലീസിൽ സംഭവിക്കാത്തത് അച്ചടക്കം വളരെ പ്രധാനമാണ്, പരമപ്രധാനമാണ്. രാഷ്ട്രീയ പക്ഷപാതം ഇല്ല എന്ന് പറയുമ്പോഴും രാഷ്ട്രീയ പക്ഷമുണ്ട് പോലീസിൽ എന്നത് പരമമായ യാഥാർത്ഥ്യവുമാണ്. ഈ അസോസിയേഷൻ സമ്മേളനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്, എന്തൊക്കെയാണ് ഉന്നയിക്കാൻ സമ്മതിക്കാതിരുന്നത്, പിന്നീട് ഈ തർക്കം അതെങ്ങനെ അവസാനിച്ചു? രതീഷ്, കഴിഞ്ഞ ആഴ്ചയാണ് തിരുവനന്തപുരത്തെ ഒരു ഷോപ്പിംഗ് മാളിൽ വെച്ച് പോലീസുകാരനായ മിഥുൻ റോയിയെ SFI പ്രവർത്തകർ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. അതിൽ SFI പ്രവർത്തകർക്ക് എതിരെ കേസെടുത്തു. എങ്കിലും ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും വഞ്ചൂർ പോലീസ് ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു. ഇത് പോലീസ് സേനയിൽ വലിയ വിമർശനത്തിനും ഇടയാക്കിയിരുന്നു. കേരള പോലീസ് അസോസിയേഷൻ പോലീസ് അസോസിയേഷന്റെ നേതൃത്വത്തിനെതിരെ വിമർശനമുയർന്നു. അസോസിയേഷന്റെ നേതൃത്വം ഈ പോലീസുകാരനെ സന്ദർശിക്കുകയും പിന്നീട് ഈ കേസ് പിൻവലിക്കുകയും എന്നൊക്കെയുള്ള ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ആ കേസ് അതിൻ്റെ വഴിക്ക് തന്നെ പോവുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേരള പോലീസ് അസോസിയേഷന്റെ സമ്മേളനങ്ങൾ നടക്കുന്നത്. ഇന്നലെ തിരുവനന്തപുരം റൂറൽ സമ്മേളനം നെടുമങ്ങാടാണ് നടന്നത്. ഈ വേദിയിലാണ് ഈ വിഷയം ഉന്നയിക്കപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് തർക്കം ഉണ്ടാവുകയും ചെയ്തത്. ഈ സ്വാഭാവികമായും അസോസിയേഷന്റെ പ്രമേയത്തിൽ ഈ ഒരു സംഭവം കൂടി വരും എന്നുള്ളതാണ് ഒരു വിഭാഗം പ്രതിനിധികൾ പ്രതീക്ഷിച്ചത്. എന്നാൽ ആ പ്രമേയം അവിടെ വന്നില്ല. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിനിധി രൂക്ഷമായ വിമർശനം ഈ പ്രമേയം അസോസിയേഷൻ സമ്മേളനത്തിൽ അവതരിപ്പിക്കാത്തത് സംബന്ധിച്ച് ഉന്നയിച്ചു. അത് മാത്രമല്ല, ആ പ്രതിനിധി SFI ഗുണ്ടകൾ മർദ്ദിച്ചു എന്ന രീതിയിൽ പരാമർശം നടത്തിയപ്പോൾ സദസ്സിൽ നിന്ന് കയ്യടിയും ഉയരുകയും ചെയ്തു. പിന്നീട് ആ വിമർശനം രൂക്ഷമാവുകയും ചെയ്തപ്പോഴാണ് നേതൃത്വം ഇടപെട്ട് ഈ കൂടുതൽ പരാമർശങ്ങൾ തടസ്സപ്പെടുത്തിയത്. തുടർന്ന് അത് വലിയ വാക്കുതർക്കത്തിലേക്കും സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നേതൃത്വവുമായി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടാകുന്ന സ്ഥിതിയിലേക്കുമൊക്കെ വന്നത്. ഏതായാലും ഇനി മറ്റ് സമ്മേളനങ്ങളിലും ഇതേ വിഷയം ഉന്നയിക്കപ്പെടും എന്നുള്ള കാര്യം ഇതോടെ ഉറപ്പായി കഴിഞ്ഞു. പോലീസ് അസോസിയേഷൻ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ള ഒരു അതൃപ്തി പോലീസ് അസോസിയേഷനകത്ത് ഉണ്ട്. അതിനൊപ്പം തന്നെ പോലീസ് സേനയ്ക്കകത്തും ഇങ്ങനെ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള മർദ്ദനമൊക്കെ ഉണ്ടായാൽ പിന്നീട് ആ പോലീസ് ഉദ്യോഗസ്ഥരെ നോക്കി വെച്ച് പിന്നീട് മർദ്ദിക്കുന്ന ഒരു രീതി ഉണ്ടായാൽ അത് സേനയിലെ ഓരോ ഉദ്യോഗസ്ഥനും പ്രശ്നമാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത പോലീസുകാർ പ്രതിനിധികൾ അവരിൽ ഭൂരിപക്ഷത്തിന്റെയും പിന്തുണ ഈ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നില്ലേ? അതല്ലേ അതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ വലിയ കയ്യടിയും പിന്തുണയും ഒക്കെ സദസ്സിൽ നിന്നും ഉണ്ടാകുന്നത്? പക്ഷേ ഈ പോലീസ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ളവരാണോ ഈ വിഷയം കൂടുതൽ ചർച്ചയാക്കേണ്ടതില്ല, അങ്ങനെ ഒരു പ്രമേയം വേണ്ടതില്ല എന്നൊരു നിലപാടെടുത്തത്, തടസ്സപ്പെടുത്തിയത്? സ്വാഭാവികമായും അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇടത് ചായ്വുള്ള നേതാക്കളാണുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രമേയം അവതരിപ്പിക്കപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. രാഷ്ട്രീയം അസോസിയേഷൻ ഇല്ല എന്ന് പറയുമ്പോഴും അത്തരമൊരു രാഷ്ട്രീയം അതിൻ്റെ നേതൃത്വത്തിൽ പ്രകടമാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനൊരു പ്രമേയം അവതരിപ്പിക്കുന്നതിൽ വിമുഖത ഉണ്ടായത്. മാത്രമല്ല, നേതൃത്വം നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് ഈ നേതൃത്വം അല്ലെങ്കിൽ നേരത്തെ എക്സിക്യൂട്ടീവ് തീരുമാനിച്ച അംഗീകരിച്ച പ്രമേയങ്ങൾ മാത്രമാണ് അസോസിയേഷൻ
സമ്മേളനത്തിൽ അവതരിപ്പിക്കുക, അങ്ങനൊരു പ്രമേയം എക്സിക്യൂട്ടീവിൽ വന്നിട്ടില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ സ്വാഭാവികമായും ഇത്ര രൂക്ഷമായ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയമോ അതല്ലെങ്കിൽ ഒരു പ്രതിഷേധ സ്വരമോ ആ സമ്മേളനത്തിൽ ഉയരണം എന്നുള്ളതാണ് മറുവിഭാഗം ഉന്നയിച്ച വിഷയം. പ്രമേയം അവതരിപ്പിക്കാത്തത് കൊണ്ട് ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ ഈ വിഷയം ഉന്നയിക്കുകയും അവരുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണത്തിലേക്ക് പോവുകയും അതൊരു രാഷ്ട്രീയ തർക്കമായി മാറുകയും ചെയ്തപ്പോഴാണ് പരസ്പരം വാഗ്വാദങ്ങൾ ഉണ്ടായത്. ശരി, ഏതായാലും സാധാരണ നിലയിൽ സംഭവിക്കാത്തതാണ് പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ സംഭവിച്ചത്.